വിഷമം പോലെ എന്റെ ജനനം അമ്മയ്ക്ക് ഉൾക്കൊള്ളുവാൻ സാധിച്ചിട്ടില്ലേ? അതോ വേറെ ആരെങ്കിലും എന്നെ വേണ്ടാന്ന് പറഞ്ഞോ? എന്റെ സ്വർഗീയ അപ്പച്ചൻ എന്നെ അമ്മയ്ക്ക് സമ്മാനമായി നൽകിയതാണോ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തത്? അതോ എന്നെ ഗർഭപാത്രത്തിൽ മാസങ്ങളോളം ചുമക്കുന്നതും വേദനയോടുകൂടി പ്രസവിക്കുന്നതും അമ്മയ്ക്ക് ഇഷ്ടമില്ലേ? പെട്ടെന്ന് നിങ്ങളെ കാണാൻ കൊതിച്ചു കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് എന്നെ വേണ്ടാന്നുള്ള തോന്നൽ എനിക്ക് അനുഭവപ്പെട്ടത്. എന്തിനാ അമ്മ എന്നെ നശിപ്പിക്കണേ? ഞാനൊരു നല്ല ഭാവിയായി അമ്മയുടെ കൂടെ കഴിഞ്ഞോളാം. അമ്മയ്ക്കൊരാഗ്രഹവുമില്ലേ എന്നെ വളർത്താൻ? എത്രയേറെ അമ്മമാർ ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി കൊതിക്കുന്നു. അമ്മ അതിൽ നിന്നൊക്കെ എന്തു ഭാഗ്യവതിയാ. എന്നിട്ടും എന്നെ വേണ്ടല്ലേ? എന്നെ മടിയിലിരുത്തി കുരിശു വരപ്പിക്കാനും കണ്ണെഴുതിക്കാനും താരാട്ട് പാടാനും അമ്മയ്ക്ക് കൊതിയില്ലേ? എന്നിട്ടും എന്നോട് ഇങ്ങനെ. ഞാൻ അമ്മയുടെ കുഞ്ഞാണ്, എങ്കിലും ഞാൻ മരണഭീതിയിലാണ്. ഞാൻ ഒരിക്കലും ഒരു ഭീഷണിയല്ല, ഞാനൊരു സാധ്യതയും പ്രത്യാശയുമാണമ്മേ. എന്നെ കൊല്ലല്ലേ അമ്മേ, എന്നെ കൊല്ലല്ലേ. ദൈവത്തിന്റെ ദാനമായ എന്നെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച അമ്മ കരുതുന്നുണ്ടോ ഇതൊരു എളുപ്പമാർഗമാണെന്ന്? അല്ലമ്മേ, ഇത് ശരിക്കും അപകടമാണ്. ഞാൻ ജീവനേക്കാൾ ഉപരിയായി സ്നേഹിക്കുന്ന എന്റെ അമ്മയുടെ ജീവനും ഇതൊരു ഭീഷണിയാണ്. എന്നെ കൊല്ലുന്നതിന് മുമ്പ് ഞാൻ അനുഭവിക്കാൻ പോകുന്ന വേദനയും നൊമ്പരവും അമ്മ അറിയണം. ഞാൻ പറയാം, ഒരു പക്ഷേ ഇങ്ങനെയല്ലേ എന്റെ അമ്മയുമായി സംസാരിക്കാൻ എനിക്ക് സാധിക്കൂ. അമ്മ ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ. അമ്മേ, ഒരു നിമിഷം ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ, ഇതൊക്കെ കേട്ടിട്ട് അമ്മ എന്നെ ഉപേക്ഷിക്കാതിരിക്കാൻ. അമ്മേ, ഒന്ന് നോക്കിക്കേ, ഈ ഓപ്പറേഷൻ മുറിയിൽ എന്തുമാത്രം കുഞ്ഞുങ്ങളാ കൊല്ലപ്പെട്ട് കിടക്കുന്നത്. ആ ബക്കറ്റിലേക്കൊന്ന് നോക്കിക്കേ, ഞാനും അതുപോലെയാകുമോ? അമ്മേ, കണ്ടില്ലേ ആ മാരകായുധങ്ങൾ? അതുകൊണ്ടല്ലേ ആ കുഞ്ഞുങ്ങളെ കൊന്നത്? അത് കാണുമ്പോൾ എനിക്ക് പേടിയാകുന്നു. അമ്മേ, അമ്മയ്ക്കറിയാമോ എങ്ങനെയാ ഗർഭസ്ഥ ശിശുക്കളെ കൊല്ലുന്നതെന്ന്? സക്ഷൻ മുറയിലൂടെ 3 മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ഗർഭപാത്രത്തിലേക്ക് ഒരു കുഴൽ കടത്തിവിട്ട് വാക്വം ക്ലീനറിനേക്കാൾ ശക്തിയുള്ള സമ്മർദ്ദം ചെലുത്തി പിച്ചി ചീന്തി കഷ്ണങ്ങളാക്കി പുറത്തേക്ക് കളയുന്ന രീതിയാണമ്മേ ഇത്. എന്റെ ഹൃദയവും ഉദരവും പൊട്ടിത്തകർന്ന് കണ്ണുകൾ പറഞ്ഞ് കൈകാലുകൾ ചിന്നിച്ചിതറിപ്പോകുന്നു. ഏറ്റവും ദാരുണമായി എന്നെ കൊല്ലുന്ന അവസ്ഥയാണിത്. ഇത് അമ്മയ്ക്കും ഹാനികരമാണ്. പമ്പിന്റെ ശക്തിയാൽ അമ്മയുടെ ഗർഭപാത്രം പുറത്തേക്ക് വരാൻ സാധ്യതയുമുണ്ട്. അമ്മേ, അതിലും ക്രൂരമാണ് DNC. ഇതിലൂടെ 4 മാസം വരെ പ്രായമുള്ള ഗർഭസ്ഥ ശിശുക്കളെ കത്തിയോ കത്രികയോ ഉപയോഗിച്ച് ഉദരത്തിൽ വെച്ചു തന്നെ തലയും കൈകാലുകളും മുറിച്ചു കളയുന്നു. തെന്നിമാറാൻ ശ്രമിക്കുന്ന കുഞ്ഞ് കരയുകയും പിടയുകയും അവസാനം മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുമ്പോൾ കുഞ്ഞിന്റെ തലയും കൈകാലുകളും മുറിച്ചു മാറ്റി പുറത്തേക്കെടുക്കുന്നു. മാരകായുധങ്ങളിൽ നിന്ന് മാരകമായ മുറിവുകൾ അമ്മയുടെ ഗർഭപാത്രത്തിനും ഉണ്ടാകുന്നു. സലൈൻ പോയ്സണിംഗ് അഥവാ ഉപ്പുലായനി മുറയിലൂടെ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് ഗാഢ ഉപ്പുലായനി കടത്തിവിട്ട് 5 മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ അതിഭീകരമായി കൊല്ലുന്നു. കുഞ്ഞിന് ഏറ്റവും കൂടുതൽ വേദന അനുഭവപ്പെടുന്ന രീതിയാണമ്മേ ഇത്. സിസേറിയൻ മുറയിലൂടെ 6 മാസം മുതലുള്ള ശിശുക്കളെ ശസ്ത്രക്രിയയിലൂടെ പുറത്തേക്കെടുത്ത് വെള്ളത്തിൽ മുക്കിയോ കുത്തിയോ ചവറ്റുകുട്ടയിലിട്ടോ കുഞ്ഞിനെ കൊല്ലുന്നു. ശ്വാസം കിട്ടാതെ മണിക്കൂറുകൾ കൊണ്ട് കുഞ്ഞ് പിടഞ്ഞ് മരിക്കുന്നു. അമ്മേ, ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ എങ്ങനെയാണ് കൊല്ലുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഈ ക്രൂരത അമ്മയ്ക്ക് എന്നോട് ചെയ്യാനാവുമോ? അമ്മയും പണ്ട് എന്നെ പോലെ ആയിരുന്നില്ലേ? അമ്മയും ഉദരത്തിൽ വെച്ച് സ്വപ്നം കണ്ടിട്ടില്ലേ? പുറം ലോകത്തെ സുന്ദര കാഴ്ചകളെ പറ്റി, ഈ ജീവിതത്തെ പറ്റി. ആ സ്വപ്നങ്ങളാണമ്മേ എനിക്കും ജീവിക്കണം. എന്നെ കൊല്ലല്ലേ അമ്മേ.